യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-ാമത്തെ വചനം പറയുന്നു, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കണം, കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. രോഗം വരുമ്പോൾ മനസ്സ് മടുത്തു പോകാതെ, നിരാശപ്പെടാതെ, തകർന്നു പോകാതെ വിശ്വാസപൂർവം നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ സൗഖ്യമാക്കും. യേശു ക്രിസ്തു കുരിശിൽ ഏറ്റുവാങ്ങിയ സഹനത്തിലൂടെ, അവൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങിയ മുറിവിലൂടെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സൗഖ്യമുണ്ട്. നിങ്ങളുടെ രോഗം എന്തുമാവട്ടെ, ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. നിന്റെ രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായ ഒരു വിടുതൽ തന്ന് അനുഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സോറിയാസിസ് രോഗമുള്ളവർ, ത്വക്ക് രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങളുള്ളവർ, വെള്ളപ്പാണ്ട് ഉള്ളവർ, ത്വക്ക് രോഗത്താൽ ഒത്തിരി വിഷമിക്കുന്നവർ, ശിരസിൽ ഉള്ള മുറിവുകൾ, വ്രണങ്ങൾ, കരിയാത്ത വർഷങ്ങൾ പഴക്കമുള്ള ത്വക്ക് രോഗങ്ങൾ, ഇവയിൽ നിന്ന് ഒരു സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ രോഗമുള്ളവർ കർത്താവിന് മുമ്പിൽ രോഗത്തെ കൊടുത്ത് അവൻ്റെ മുറിവിനോട് ചേർത്ത് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അങ്ങയുടെ മക്കളെ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സോറിയാസിസ് രോഗികളും സൗഖ്യമാവട്ടെ. വർഷങ്ങളായിട്ട് ഉണങ്ങാത്ത ശരീരത്തെ മുറിവുകൾ, വ്രണങ്ങൾ കരിയട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ശരീരത്ത് വെള്ളപ്പാണ്ട് ഉള്ളവരുടെ വെള്ളപ്പാടുകൾ മാഞ്ഞു പോവട്ടെ.
ത്വക്ക് രോഗത്താൽ വിഷമിക്കുന്നവരുടെ എല്ലാ രോഗങ്ങളും സൗഖ്യമാവട്ടെ. എല്ലാ സ്കിൻ ഡിസീസും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരുണയാകണമേ. തളർവാദ രോഗികളെ ഇപ്പോൾ അങ്ങ് എണീപ്പിക്കണമേ. തളർന്ന കാലുകൾ, തളർന്ന നടുവ്, നട്ടല് ബലമായി എണീറ്റു നടക്കട്ടെ. തളർന്ന കൈകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉയരട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ബലം നഷ്ടപ്പെട്ട കൈകാലുകളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കിപ്പോൾ ഒരു ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കേൾക്കാം. ആൽബർട്ടിങ് വരും. ഈ മകൻ്റെ വീട് ആലപ്പുഴയാണ്. കൂടുതൽ കാര്യങ്ങൾ മകൻ തന്നെ പറയും. ഈ മകൻ്റെ ശരീരം മുഴുവൻ സോറിയാസിസ് രോഗത്താൽ നിറഞ്ഞ 2 വയസ്സ് തുടങ്ങി ശരീരമൊക്കെ പൊട്ടി കീറി അഴുകിയ അവസ്ഥയിലായിരുന്നു. എൻ്റെ ധ്യാനത്തിൽ ഈ മകന് 6 ധ്യാനത്തോളം അടുപ്പിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഈ മകനെ കർത്താവ് സൗഖ്യമാക്കിയ ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ അവധിക്ക് ഷാർജയിൽ നിന്ന് വന്നതാണ്. നമ്മൾ കൊച്ചിയിൽ കൺവെൻഷൻ എത്തുമ്പോൾ ഇവരെല്ലാവരും സഹോദരങ്ങളെല്ലാവരുടെ കൊച്ചിയിൽ വന്നിരുന്നു. അവിടെ 10,000 മുൻപിൽ സാക്ഷ്യം പങ്കുവെച്ചു. നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ ആലപ്പുഴയിൽ കാട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. 2011 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായി സബബ്രദറിൻ്റെ ധ്യാനം കൂടുന്നത്. എനിക്ക് ജനിച്ച് 3-ാം മാസം മുതൽ അലർജി തുടങ്ങി. ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-ാം മാസം മുതൽ മരുന്നും കാര്യങ്ങളും ആയിട്ട് ആയിരുന്നു ജീവിതം. അങ്ങനെ ഒരു സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ ടീച്ചർമാർ മരുന്ന് ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ പോന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ മരുന്ന് തന്നെയായിരുന്നു. മരുന്നൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. മരുന്ന് കഴിച്ച് എൻ്റെ പല്ലുകളൊക്കെ പൊടിഞ്ഞ് വരുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് 8ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ഒരു 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ കറുത്ത് ഒരു കരിക്കട്ട പോലെ, ഒരു തെങ്ങിൻ്റെ വേര് പോലെ ഇങ്ങനെ ശരീരം ആയി. അതായത് ഭയങ്കര വികൃതമായിട്ട്, ഭയങ്കര കട്ടിയായിട്ട് മാറി. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. ഒരു +2 തുടങ്ങുന്നതിന് മുന്നേ ശരീരമാസകലം, അതായത് മുഖത്ത് കൂടുതലായിട്ടും പൊട്ടി. ഈ പൊട്ടുക എന്ന് പറഞ്ഞാൽ പുരികം വരെ പോയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. കണ്ണിൻ്റെ പോള വരെ പൊട്ടി പഴുത്ത് പൊട്ടിയിട്ട് ഞാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റ് എൻ്റെ കൂടെ പോരും. കാര്യം രാത്രിയുടെ എപ്പോഴോ ഒന്ന് ഉറങ്ങും. ആ വേദനയുടെ ഇടയിൽ എപ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. പഴുപ്പിൽ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. അത് കഴുകി ഒരുവിധം വെള്ളമൊക്കെ തൊട്ട് പറിച്ചെടുത്തിട്ട് മുഖം കഴുകാൻ തന്നെ മണിക്കൂറുകളെടുക്കും. നീറി മുഖം കഴുകി അങ്ങനെ വീണ്ടും മരുന്നുകൾ തേച്ച് അങ്ങനെ ഇരുന്നൊരു കാലം. +2 തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ വിദ്യാഭ്യാസത്തിന് എൻ്റെ ഈശോ എന്നെ അനുവദിച്ചു തന്നു. ആ +2 തുടങ്ങുന്നതിന് മുന്നേ അത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് പുറത്തു. അങ്ങനെ +2 കഴിഞ്ഞു. +2 പഠിച്ചു, പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ പൊട്ടി മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ തരം ചികിത്സകളും ചെയ്തു. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഇമ്മ്യൂണോതെറാപ്പി, പ്രാണിക് ഹീലിംഗ്, പിന്നെ സിദ്ധവൈദ്യം, നാട്ടുചികിത്സ, ലാട ചികിത്സ, അങ്ങനെ ഒരുപാട് എല്ലാ മേഖലകളും എല്ലാ ചികിത്സകളും ചെയ്തു. ഒന്നിനും ഫലമുണ്ടായില്ല. അങ്ങനെ പല സ്ഥലത്തും കിടന്നൊക്കെ ചികിത്സിച്ചു. പല സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിലും കിടന്ന് ചികിത്സിച്ചു. ഒന്നിനും ആദ്യം ഒരു ചെറിയൊരു എന്തോ ഒരു കുറവ് തോന്നും. പക്ഷേ പിന്നീട് അതിലും ഭീകരമായിട്ട് എൻ്റെ അസുഖം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞ് വീണ്ടും പൊട്ടി എൻ്റെ 2 വർഷം നഷ്ടപ്പെട്ടു. ഡിഗ്രി ഞാൻ 2 വർഷം +2 കഴിഞ്ഞ് 2 വർഷം ശേഷമാണ് ഡിഗ്രിക്ക് ചേർന്നത്. ഡിഗ്രി എറണാകുളത്താണ് ചെയ്തത്.
അവിടെ ക്ലാസ്സിൽ ഞാൻ റെഗുലർ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം മാത്രമല്ല, എന്ത് അസുഖം ഉണ്ടെങ്കിലും എനിക്ക് ആദ്യം വരും. അത് ചിക്കൻ ഗുനിയ ഉൾപ്പെടെ എല്ലാ അസുഖങ്ങളും വന്നു. ക്ലാസ്സിൽ റെഗുലർ അല്ല. അങ്ങനെ ടീച്ചേഴ്സിനൊന്നും കുഴപ്പമില്ല, കാര്യം അവർക്ക് അസുഖത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും വിളിച്ചുകൊണ്ട് വരണ്ട, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ചെല്ലും, പിന്നെ 3-4 മാസം അവധിയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ 2009 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ വീട്ടിൽ തന്നെയായി. വീട്ടിൽ ഒരു മുറിക്കകത്ത് തന്നെ ആയെന്ന് പറയാം. കാര്യം മൊത്തം പൊട്ടി, ശരീരമാസകലം പൊട്ടി. ഇതിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് ആ ഫോട്ടോസ്. കാര്യം ഇതിലും ഭീകരമായിരുന്നു എൻ്റെ അവസ്ഥ. ഇത് ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടുള്ള ഫോട്ടോസാണത്. അത് തൊലിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞുള്ള ഫോട്ടോസാണ്. ഇതിന് മുന്നേ പൊട്ടിയിരിക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് സൗഖ്യപ്പെടും, ഈ ധ്യാനം കൂടി സൗഖ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് എടുത്തത്. കാര്യം എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് മുന്നത്തെ എൻ്റെ ഒരവസ്ഥ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് സൂക്ഷിച്ച ഫോട്ടോസാണ്. അങ്ങനെ ഞാൻ 2010 ആയപ്പോഴേക്കും ഒരു നാട്ടുവൈദ്യൻ്റെ അടുക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിൽ വന്ന് മരുന്നുണ്ടാക്കി, ആ മരുന്ന് സേവിക്കുക, പുരട്ടുക, മൊത്തം രാവിലെ മുതൽ തുടങ്ങും വെച്ച്. അങ്ങനെ മൊത്തം മരുന്നുകൾ കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കുന്നിടം വരെ മരുന്നുകൾ തന്നെയായിട്ട് ജീവിതം. എന്നിട്ടും കുറവൊന്നുമില്ല. ഇതിൻ്റെ കൂടെ പഥ്യം, അത് കഴിക്കാൻ പാടില്ല, ആഹാരം അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജീവിതം. അങ്ങനെ ജീവിതം മൊത്തത്തിലൊരു മടുപ്പായിരുന്നു, നിരാശയായിരുന്നു, അപകർഷതയായിരുന്നു. വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും വരില്ല. കാര്യം ആൾക്കാരുടെ മുന്നിൽ ചെല്ലാൻ എനിക്ക് മടിയായിരുന്നു. ആരുടെ മുന്നിൽ ഞാൻ ചെല്ലില്ല. അങ്ങനെ കഴിയുന്നതും ഒരു മുറിക്കകത്ത് അടച്ചിരിക്കാൻ നോക്കും, ആ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടാൻ നോക്കും. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ 2010 എൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ, എനിക്ക് 2 ചേട്ടന്മാരാണ്, രണ്ടാമത്തെ ചേട്ടൻ്റെ കല്യാണം ആലോചിച്ചു. ആ വീട്ടുകാർ ഒരു ധ്യാനം കൂടാനായിട്ട് പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ സബു ബ്രദറിൻ്റെ ധ്യാനമായിരുന്നു. അവർക്ക് പല പ്രാവശ്യം ബുക്കിംഗ് ശ്രമിച്ചിട്ടും ബുക്കിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അന്നിൽ നമുക്ക് ഇനി ഒരുമിച്ച് ധ്യാനിക്കാൻ പോകാം എന്ന് പറഞ്ഞു. ആ പിറ്റേ മാസം ജാനുവരിയിൽ കല്യാണം, അവർ ആ മാസം ശ്രമിച്ചു, ഫെബ്രുവരിക്ക് ബുക്കിംഗ് കിട്ടി. യേശുവേ സ്തോത്രം. അങ്ങനെ ബുക്കിംഗ് കിട്ടി. ഞാൻ ചികിത്സിച്ച വൈദ്യരുടെയൊക്കെ ചെന്നു. അപ്പോൾ വൈദ്യർ എന്നോട് നേരത്തെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാടിയൊക്കെ പിടിച്ച് നോക്കിയിട്ടാണ് വൈദ്യർ ഈ രോഗം സ്ഥിരീകരിക്കണേ. അപ്പോൾ തുടക്കത്തിൽ ചെന്നപ്പോൾ ഞാടിയൊക്കെ പിടിച്ച് നോക്കി, കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊക്കെ ചോദിച്ചു. ഇങ്ങനെ പരിശോധിച്ചിട്ടൊക്കെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിൻ്റെ ഈ അസുഖം ഞാൻ സുഖപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വൈദ്യർ പിന്നെയും നോക്കിയിട്ട് പറഞ്ഞു, ഞാനും ചേട്ടനും കൂടെ അന്ന് മരുന്ന് വാങ്ങിക്കാൻ ചെന്നേ. അന്ന് പറഞ്ഞു, മോനെ ഈ അസുഖം സുഖപ്പെടില്ല, ഇത് സൗഖ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഇത് ജീവിതാവസാനം വരെ നിൻ്റെ കൂടെ തന്നെ കാണും, ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താം എന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ടും സുഖപ്പെടില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാര്യം അത്രയും വർഷത്തെ ആ ഒരു തകർച്ചയുടെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ ഒരു വാക്കും പ്രത്യേകിച്ച് എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ കാര്യം പ്രതീക്ഷകളില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ധ്യാനത്തിന് വന്നു. ഇവിടെ ധ്യാനത്തിന് വരാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു വൈദ്യരുടെ അടുക്കൽ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ച് മരുന്നുകൾ തരും, ഈ മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം, ഇത് പുരട്ടുകയും ചെയ്യണം. ഒരു കാര്യം, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും പൊട്ടി അളിയും, ചീയും, ശരീരം അളിയും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം സമ്മതിച്ചു. മരുന്നും അമ്മയുടെ ബാഗിൽ മരുന്നുമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നു. ചേട്ടത്തിയുടെ വീട്ടുകാരുണ്ട്, ഇങ്ങ് വന്നു. ഇവിടെ വന്നു. പാമ്പാടി ഗുഡ് ന്യൂസിലായിരുന്നു ധ്യാനിക്കാൻ വന്നത്. 2011 ഫെബ്രുവരി 27 അങ്ങനെ വന്നു. അമ്മയുടെ ബാഗിലും മരുന്ന്. അമ്മ ഇവിടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അമ്മ സ്ത്രീകളുടെ സെക്ഷനിലോട്ടും പോയി, ഞാൻ പുരുഷന്മാരുടെ സെക്ഷനിലോട്ടും പോയി. മരുന്നുകളുടെ കാര്യം ഞാനും അമ്മയും ഓർത്തില്ല. ഇവിടെ ഇരുന്ന് ധ്യാനിച്ചു. 3-ാം ദിവസം കുമ്പസാരം, ചൊവ്വാഴ്ച കുമ്പസാരമായിരുന്നു. കുമ്പസാരത്തിന് ശേഷം ഞാൻ ബ്രദറിനെ കാണാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് അവിടെ ഊട്ടുപുരയിൽ ചെന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. ഞാൻ ഒരു സൈഡിലോട്ട് മാറി നിന്നു. കാര്യം ആൾക്കാരുടെ ഇടയിൽ ചെല്ലാൻ എനിക്ക് മടിയാണ്. ഏകദേശം എല്ലാവരും തീരുന്നത് വരെ, ഏകദേശം എല്ലാവരും കഴിയുന്നത് വരെ ഞാൻ ഒരു സൈഡിലോട്ട് മാറി നിന്നു.
ഏതാണ്ട് അവസാനത്തെ ആളായിട്ട് ഞാൻ ബ്രദറിൻ്റെ മുന്നിൽ ചെന്നു. ഒരുപാട് രാത്രിയായിരുന്നു. അപ്പോൾ ബ്രദർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ കൈയെടുത്തിട്ട് പറഞ്ഞു, ഈശോ തൊട്ടിട്ടുണ്ട്, മോൻ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടും. യേശുവേ സ്തോത്രം. ബ്രദർ എന്നോട് ചോദിച്ചു, എന്തുവാ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ ഒരു തുള്ളി ഇങ്ങനെ ഒഴുകി നിൽക്കുന്നത് പോലെ, നെറ്റിയിൽ ഒഴുകി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. ഈശോ തൊട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടും, പക്ഷേ സ്ലോ ഹീലിംഗ് ആണ്. സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ധ്യാനം കൂടുക, ഇവിടെ വരിക, പതിയെ സുഖപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ഇവിടെ വന്ന് ധ്യാനം കൂടി. 5 or 6 ധ്യാനങ്ങൾ പിന്നെയും കൂടി. ഓരോ ധ്യാനത്തിലും എൻ്റെ സൗഖ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഞാൻ ഈ ഫോട്ടോസ് എടുത്തത്. ഏകദേശം ശരീരമൊക്കെ ക്ലിയറായി ഇവിടെ വന്നുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോഴും എൻ്റെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അല്ലായിരുന്നു. ധ്യാനം കൂടി ഞാൻ പിന്നെയും പോയി ഈ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഡിഗ്രിയുടെ പരീക്ഷ എഴുതി ഞാൻ പാസ്സായി. ആ ഇതിൽ തന്നെ ഞാൻ പാസ്സായി. പിന്നെ ഞാൻ വേറെയും കോഴ്സുകളൊക്കെ ചെയ്തു. എന്നിട്ട് ഇവിടെ ബ്രദറിൻ്റെ ടീമിലുള്ള ഒരു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിദേശത്ത് എന്തോ ഒന്ന് ക്രമീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിസിറ്റ് വിസ എടുത്ത് ദുബൈക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, മോനൊരു ജോലിയും ഈശോ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ ചെന്നു. ഞാൻ അപേക്ഷിക്കാത്ത ഒരു ജോലിയിൽ, ഒരു വലിയ കമ്പനിയിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണ്. അന്ന് ഞാൻ ഈ മരുന്നുമായിട്ടാണ് ധ്യാനത്തിന് വന്നെന്ന് പറഞ്ഞു. അന്ന് അവിടെ ഈ മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. പിന്നീട് മരുന്ന് ഉപേക്ഷിക്കണമെന്നും ബ്രദർ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്രയും നാൾ മരുന്ന് കഴിച്ചിട്ടും എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അങ്ങനെ മരുന്ന് കഴിക്കണമോ വേണ്ടയോ എന്ന് ഒരു സംശയത്തിൽ വീട്ടിൽ ആദ്യത്തെ ധ്യാനം കൂട്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈശോ എനിക്കൊരു വചനം തന്നത്. യൂദിത്ത് 13:19. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ ദുബായിൽ ജോലിയിൽ എത്തി. പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ഇപ്പോൾ എൻ്റെ തൊലി നോക്കുമ്പോൾ എനിക്ക് തന്നെ പഴയൊരു ഇത് കാണുമ്പോൾ, ഈ ഇവിടെയൊക്കെ കാണുമ്പോൾ പഴയ തൊലി തിരിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. ജീവിതം വഴിമുട്ടിയൊരവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ കൈപിടിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നു. 2011 ശേഷം ഇതുവരെയും മരുന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഈശോ അനുഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോ നടത്തുന്ന വഴികളിൽ, ഈശോ കാണിക്കുന്ന അത്ഭുതകരമായ വലിയ വഴികളിൽ ഞങ്ങളുടെ കുടുംബം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടച്ചിട്ട മുറിയിൽ ഒടുങ്ങുമായിരുന്ന എൻ്റെ ജീവിതം ഈശോയുടെ കരുണയാൽ, പാപിയായ എൻ്റെ ജീവിതം ഈശോയുടെ കരുണയാൽ, സ്നേഹത്തിൽ അവിടുന്ന് എന്നെ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൗഖ്യപ്പെടുത്തി ഒരു ജീവിതം തന്ന്, ജോലി തന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്. രോഗമാകാം, സാമ്പത്തിക തകർച്ച, മക്കളിലെ പല അവസ്ഥയിൽ തകർച്ചകൾ കടന്നു വരിക. ഈ മകൻ അനുഭവിച്ച ഈ രോഗത്തിൻ്റെ പീഡ, അത് ഈ മകന് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എത്ര വലുതാണ്. അടച്ചുട്ട മുറിയിൽ തീരേണ്ട ഒരു ജീവിതമാണ്. ശരീരം മുഴുവൻ ആ അവസ്ഥയിലായിരുന്നു. പക്ഷേ കർത്താവ് എത്രയോ കാരുണ്യമാണ്. ഈ മകനെ പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. ഒരു ഭവനത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആ രോഗിയിലൂടെ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ഒഴുക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് നിശബ്ദമായിട്ട് സഹിക്കാനുണ്ടെങ്കിൽ ആ കുടുംബത്തിലെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. സഹനങ്ങളെല്ലാം അനുഗ്രഹമാണ്. എല്ലാ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സഹനങ്ങൾക്ക് ശേഷം വലിയ നന്മ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ മാരകമായ രോഗത്താൽ വിഷമിക്കുന്നവർ, തകർച്ചകളിലൊക്കെ ആയിരിക്കുന്നവർ ഓർക്കുക, യേശു നിങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഒന്ന് ഓർത്തോ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ മേലെ കർത്താവിൻ്റെ കണ്ണുകളുണ്ട്. നിങ്ങളുടെ കണ്ണുനീരും
സഹനങ്ങളും നൊമ്പരങ്ങളെല്ലാം യേശുവിന് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട് ഈ മകൻ ഏറ്റുവാങ്ങിയ ആ സഹനങ്ങൾ ഈ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുക. എല്ലാ മേഖലയിലും ഈ കുടുംബത്തെ, സഹോദരങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ മകനാണേലും നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടി, ദൈവമെല്ലാം നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഹനങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. രോഗങ്ങൾ ഒരിക്കലും ഒരു ശാപമല്ല. രോഗമുണ്ടാവും, പക്ഷേ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ബൈ ദ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ ഏറ്റുവാങ്ങിയ മുറിവ് നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കും. യെശയ്യാ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹിസ് വൂൺസ് യു ഹാവ് ബീൻ ഹീൽഡ്. അവൻ്റെ ക്ഷതങ്ങൾ, അവൻ ഏറ്റുവാങ്ങിയ മുറിവുകൾ, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു. അത് എൻ്റെയും നിങ്ങളുടെയും മാനവരാശിയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ശാരീരിക, ആത്മീയ, മാനസിക തലങ്ങളിൽ കർത്താവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ഈ മകനെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗമെന്തുമാവട്ടെ, പ്രതിസന്ധികൾ അല്ലെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, അവിടെ കർത്താവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആരെയും ഇവിടെ നിന്ന് വെറും കൈയോടെ പറഞ്ഞേക്കത്തില്ല. സഹിക്കുന്നവരെ കർത്താവിന് ഒത്തിരി സ്നേഹമാണ്. സഹിക്കുന്നവരെ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നിൻ്റെ സഹനം അത് കർത്താവിൻ്റെ സഹനത്തോടൊന്ന് ചേർത്ത് വെച്ചാൽ മതി. ആ സഹനങ്ങൾ മുഴുവൻ വലിയ അനുഗ്രഹമായി നിൻ്റെ കുടുംബത്തിന്, തലമുറയ്ക്ക് വേണ്ടി കർത്താവ് നന്മയായിട്ട് മാറ്റാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യു ആർ നോട്ട് എലോൺ, ഐ ആം വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് പറയുക, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യോഹന്നാൻ 14:18 ഒരു നാളും നിന്നെ ഞാൻ അനാഥനായിട്ട് വിടത്തില്ല. നീ അനാഥനല്ല. നിനക്ക് പിതാവായി, കർത്താവായി, നാഥനായി, രക്ഷകനായി, സൗഖ്യദായകനായി, ആശ്വാസദായകനായിട്ട് ഞാൻ കൂടെയുണ്ടെന്നാണ് യേശു പറയുന്നത്. നീ അനാഥനല്ല. നിനക്കെല്ലാമായിട്ട് യേശു നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ വാക്കിന് വ്യത്യാസമില്ല. ഒരിക്കലും നിന്നെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. നീ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, നീ എത്ര തിന്മയിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും നിന്നെ കർത്താവ് തള്ളിക്കളയത്തില്ല. അത്രമാത്രം കർത്താവ് നിന്നെ കരുതുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ സഹനങ്ങൾ, കഷ്ടതകൾ, ഇവയ്ക്കെല്ലാം വലിയ നന്മ ദൈവം തരുവാൻ പോകുക. റോമ 8:18 പറയുന്നു, വളരെ മനോഹരമായ ഒരു വചനമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളും സഹനങ്ങളും ഒക്കെ നിസ്സാരമാണ് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ. ഈ മകൻ ഏറ്റുവാങ്ങിയ സഹനങ്ങൾ, നൊമ്പരങ്ങൾ, ഒറ്റപ്പെടലുകളെല്ലാം ഈ മകൻ്റെ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമായി, തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റി. ഹല്ലേലൂയ. എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ മകനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ, ഏറെ നന്മകളാൽ നിറയുവാൻ യേശുവേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ മകനെ അനുഗ്രഹിക്കുന്നു. ഈ മകൻ്റെ ഈ രോഗത്തെ അങ്ങ് സൗഖ്യമാക്കിയ അത്ഭുതകരമായ കരുണയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഈ മകൻ എവിടെയാണെങ്കിലും അവിടെ കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായി മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ജീവിത പങ്കാളിയായിട്ട് ചേർക്കണമേ. തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മകൻ്റെ മാതാവിനെയും സഹോദരങ്ങളെയും കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ചേ, നന്നായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ സോറിയാസിസ് രോഗങ്ങളും സൗഖ്യമാവട്ടെ. എല്ലാ ത്വക്ക് രോഗങ്ങളും വിട്ടുമാറട്ടെ. ശരീരത്തെ വെള്ളപ്പാണ്ട് അപ്രത്യക്ഷമാവട്ടെ. അലർജി രോഗികളെ സൗഖ്യമാവട്ടെ. ആസ്മ രോഗികളെ സൗഖ്യമാവട്ടെ. എല്ലാ ത്വക്ക് രോഗത്തിൻ്റെ പീഡകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. അത്ഭുത ദൈവശക്തി വ്യാപരിക്കട്ടെ. ലൂക്ക 6:19 അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇൻ ദ നെയിം ഓഫ് ജീസസ്
സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ത്വക്ക് രോഗങ്ങളും വിട്ടുമാറട്ടെ. മാരകമായ സോറിയാസിസ് സൗഖ്യമാവട്ടെ. പാരമ്പര്യമായി കടന്നു വരുന്ന വെള്ളപ്പാണ്ട് വിട്ടുമാറട്ടെ. ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന രോഗികൾ സൗഖ്യമാവട്ടെ. എല്ലാ ത്വക്ക് രോഗത്തിന്റെ അലർജികളും യേശുനാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. In the name of Jesus, be healed in the name of Jesus. Hallelujah. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന സ്തുതിക്കട്ടെ. കരമടിച്ചു കർത്താവേ അങ്ങ് തൊടണമേ. എല്ലാ രോഗികളെ സൗഖ്യമാക്കണമേ. മനസ്സിൽ വേദനിക്കുന്നവരെ അങ്ങ് തൊടണമേ. ഒറ്റപ്പെട്ടവരെ സൗഖ്യമാക്കണമേ. തകർന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ മുറിവേറ്റ കരമേക്കണമേ. എല്ലാവിധ ത്വക്ക് രോഗ പീഡകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ആമേൻ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേക രക്ഷകൻ. യേശുവേക രക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു